50 ആകുമ്പോൾ കൊടുക്കല്ലേ തമ്പ്? കൊടുക്കട്ടെ. 50 ആയില്ലല്ലോ. നമസ്കാരം, ഞാൻ ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ ഇഗ്നോ ആസിയ കൊച്ചിൻ. ഇന്നത്തെ നമ്മുടെ വിഷയം ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി. നമ്മുടെ കോഴ്സ് ടൈറ്റിൽ ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി. നമ്മുടെ കോഴ്സ് കോഡ് BPCC 131. നമുക്ക് 5 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് എന്താണ് സൈക്കോളജി, സെക്കൻഡ് ബ്ലോക്ക് അബൌട്ട് പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മെമ്മറി. തേർഡ് ബ്ലോക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് ബ്ലോക്കിൽ മോട്ടിവേഷൻ, ഇമോഷൻ, ഈ 2 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ മോട്ടിവേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ വിഷയം ഇമോഷനാണ്. യൂണിറ്റ് 6 ഇമോഷൻ. അപ്പം ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇമോഷൻ എന്ന് പറയുന്ന വാക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മീനിങ്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, ദെൻ അതിൻ്റെ ഒരു സ്വഭാവം, പലതരത്തിലുള്ള ഇമോഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ ഇമോഷൻസ്, മൂഡ്, ഫീലിങ്സ്, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറെൻറ്റ് തിയറീസ്, ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ, അതുകൂടാതെ ഇമോഷൻസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മെഷർ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലുണ്ട് പഠിക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ. എങ്ങനെയാണ് നമ്മൾക്ക് ഒരു വ്യക്തി സന്തോഷമാണോ, ദേഷ്യത്തിലാണോ, അതോ സങ്കടത്തിലാണോ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുമോ? ഇങ്ങനെയാണ് നമ്മൾക്ക് ഒരു വ്യക്തി സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിലും സങ്കടമായിട്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുക, ദേഷ്യപ്പെട്ടിട്ടിരിക്കുക, അല്ലെങ്കിൽ വളരെ അത്ഭുതത്തോടെ ഇരിക്കുകയാണെങ്കിലും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ മുഖഭാവത്തിലൂടെയും അതുപോലെ അവർ പറയുന്ന വാക്കുകളിലൂടെ. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ഒരു വ്യക്തിയുടെ സന്തോഷം അല്ലെങ്കിൽ സങ്കടം ഇങ്ങനെയുള്ള വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇമോഷൻ എന്ന് പറയുന്നത് വികാരങ്ങൾ എന്നാണ് അതിന്റെ മലയാളം അർത്ഥം. ഇപ്പൊ മോട്ടിവേഷൻ നമ്മൾ പറഞ്ഞു, പ്രചോദനം. അപ്പൊ പ്രചോദനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. പ്രചോദനവും അതോടൊപ്പം വികാരവും, ഇത് രണ്ടും ഒരു കോയിന്റെ, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇത് രണ്ടും, ഈ പറഞ്ഞ പ്രചോദനമായാലും ഈ വികാരങ്ങളായാലും, ഇത് രണ്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിൽ ഈ 2 ഘടകങ്ങളും വളരെ മുഖ്യമാണ്. ഓക്കെ, അപ്പം ഈ മോട്ടിവേഷനും ഇമോഷനും, ഈ 2 വാക്കുകളും വളരെ കണക്റ്റഡ് ആണ്, നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത് രണ്ടും ആക്ടിവേറ്റ് ചെയ്യും. അപ്പം എപ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുക? ഒരു വ്യക്തിയുടെ ഒരു ക്ഷേമം സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അതിജീവനം സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പല വികാരങ്ങൾ നമ്മൾ നോക്കുമ്പം ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഈ വികാരം നമ്മൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് എക്സ്പ്രസ് ചെയ്യാന്ന്. അപ്പം an individual may be driven to get involved in activities that are linked to his or her well-being. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവരുടെ എന്താണ് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളൊരു അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വികാരങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അതിന് ചില മാർഗങ്ങൾ, ചില ലക്ഷ്യങ്ങൾ, അപ്പൊ ഈ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിക്കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നു, ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ആണ് നമ്മൾ ഇതിനകത്ത് വികാരം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു തോൽവി സംഭവിച്ചാൽ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അവിടെ ഒരു സങ്കടമാണ് ഉണ്ടാവുന്നത്. അപ്പൊ സാഡ്നെസ് എന്ന് പറയുന്ന വികാരമാണ് ഉണ്ടാവുക. അപ്പം എന്തും വികാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലക്ഷ്യങ്ങളുമായിട്ടും നമ്മളുടെ സ്വഭാവങ്ങളുമായിട്ടും നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളുടെ ബിഹേവിയേഴ്സ് ആയിട്ടും ലിങ്ക്ഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ മോട്ടിവേഷനും ഇമോഷനും ശരിക്കും ഹ്യൂമൻ ബിഹേവിയറിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുക്കുമ്പോൾ അവിടെ മോട്ടിവേഷനും ഇമോഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമോഷൻസിന്റെ ഒരു നേച്ചറാണ് അടുത്തത് പറയുന്നത്. ഇപ്പൊ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ഇമോഷനുണ്ട്, അല്ലെങ്കിൽ വികാരങ്ങൾക്കുണ്ട്. വികാരങ്ങൾ എന്ന് പറയുമ്പം അതിനകത്ത് സന്തോഷമുള്ളതുമാകാം, അതുപോലെ സങ്കടമുള്ളതുമാകാം, അല്ലെങ്കിൽ സന്തോഷം ഇല്ലാത്തതുമാകാം. അപ്പം ഇതാണ് വികാരങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ.
അപ്പൊ ഇത് പല രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ വഴി നമുക്കറിയാം ആ വ്യക്തിക്ക് സന്തോഷമാണോ, സങ്കടമാണോ, ദേഷ്യമാണോ, വെറുപ്പാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളൊരു വ്യക്തിയുടെ സ്പീച്ച്, അവർ പറയുന്ന ഭാഷ, ആ ഭാഷയിൽ അവർ എടുക്കുന്ന ആ ഒരു വോളിയം എത്രത്തോളം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോൺ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിക്ക് എന്നോട് ദേഷ്യമാണോ, അതോ സന്തോഷമാണോ, അതോ വെറുപ്പാണോ, വിദ്വേഷമാണോ, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണോ ആ വികാരം, അതിനനുസരിച്ച് നമ്മളുടെ പെരുമാറ്റവും അതിനകത്ത് വ്യത്യാസപ്പെട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഇന്ററാക്ഷൻ, ഒരു ഹ്യൂമൻ ഇന്ററാക്ഷനും ഈ പറഞ്ഞ ഇമോഷൻസ് അറിയുക, അല്ലെങ്കിൽ ഇമോഷൻസിനെ കുറിച്ചിട്ടുള്ളൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് പറയുക. അപ്പൊ ഒരു വികാരവും ഇല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ അവരുടെ ഉള്ളിൽ സബ്ജക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാവും. ഒരു വ്യക്തിയെ കാണുമ്പോൾ നീ എന്താ ചിരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് എന്താ ഒരു വികാരം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നമുക്ക് അവരോട് എന്തെങ്കിലും ഒരു അകൽച്ച ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ അവരോട് അത്തരത്തിലൊരു പെരുമാറ്റം കാണിക്കുന്നു. അപ്പൊ നമ്മളുടെ പെരുമാറ്റങ്ങൾ നമ്മളുടെ ഈ പറഞ്ഞ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ നമ്മൾക്ക് ആ ഒരു വികാരമാണ് നമ്മൾ പുറത്തേക്ക് വരുത്തുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻ കൂടാതെ നമ്മളുടെ സ്പീച്ചിന്റെ ടോൺ അല്ലെങ്കിൽ വോളിയം വെച്ചിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ വികാരങ്ങൾ വരുന്നതിന് പുറമേ ഉള്ള കാരണങ്ങൾ ഉണ്ടാകാം, അതുപോലെ അകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള കാരണങ്ങളും ഉണ്ടാവാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ വികാരങ്ങൾ മാറി മറിഞ്ഞും എല്ലാം വരാം. സോ ഓരോ ഈവൻസും അതുപോലെ ഓരോ സിറ്റുവേഷൻസും പല രീതിയിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പം നമുക്ക് അസൂയ തോന്നാറുണ്ട്, ചിലപ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാറുണ്ട്, ചിലപ്പോൾ നമുക്കൊരു നാണക്കേട് സംഭവിക്കാറുണ്ട്. ഇങ്ങനെ പല വികാരങ്ങൾ നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വികാരങ്ങൾ മാറി മറിഞ്ഞും വരാം. അതുപോലെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സെൽഫ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് അവിടെ വരാറുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ ആ ദേഷ്യം അത്ര കണ്ട് പ്രകടിപ്പിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ എൻ്റെ ഒരു മോറൽ വാല്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനനുസരിച്ച് ഞാൻ അത്രയും ഒരു ദേഷ്യം അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഒരു ബോധത്തിലാണ് എൻ്റെ വികാരങ്ങൾ ഞാൻ പലപ്പോഴും പ്രകടിപ്പിക്കുക. പിന്നെ ചില വികാരങ്ങൾ നമ്മൾ പെട്ടെന്ന് വന്നു പോകും, അത് നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് മുന്നേ ആ ദേഷ്യം വന്നു പോകും, അല്ലെങ്കിൽ ആ ഒരു സങ്കടം വന്നു പോകും. എന്തെങ്കിലും ഒരു വിഷമം നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് ആ സങ്കടം വന്നു, പിന്നെ ഞാനതങ്ങ് മറച്ചു കളഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അത് ആ ഒരു വിഷമം ഞാൻ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ റൂൾസ് എന്ന് പറയും. ആ ഡിസ്പ്ലേ റൂൾസ് അനുസരിച്ച് ഞാൻ ആ വിഷമം കാണിക്കാതിരുന്നു. അപ്പം അത് വളരെ കുറച്ചു നേരം ഒരു മൈക്രോ എക്സ്പ്രഷൻ എന്നാണ് അതിന് പറയുക. ആ മൈക്രോ എക്സ്പ്രഷൻ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പൊതുവേ നമ്മൾ പറയുമ്പോൾ വികാരങ്ങൾക്ക് നമുക്കൊരു കടിഞ്ഞാൺ ഇടുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അടുത്തത് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് 6 ബേസിക് ഇമോഷൻസ് ആണ്, വികാരങ്ങളാണ് നമ്മൾക്ക് ഉള്ളതെന്നാണ് പറയാ. ഏതൊക്കെയാണ് 6 വികാരങ്ങൾ? അത് എക്മാൻ 1980 അദ്ദേഹത്തിന്റെ ഒരു സെമിനൽ വർക്കിലാണ് അദ്ദേഹം ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ നമ്മൾ പുറത്തു വരുന്ന ബേസിക് ഇമോഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞത്. അത് എക്രോസ് കൾച്ചർ, എല്ലാ കൾച്ചറിലും നമ്മൾക്കിത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ഫിയർ, ആങ്കർ, സർപ്രൈസ്, സാഡ്നസ്, ഹാപ്പിനെസ്, ഡിസ്ഗസ്റ്റ്. ഇപ്പോൾ അത് കണ്ടംപ്റ്റ് എന്ന് പറയുന്ന ഒരു വികാരം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം 6 ബേസിക് ഇമോഷൻസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ അതിനകത്ത് ഭയമുണ്ട്, ദേഷ്യമുണ്ട്, അത്ഭുതമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഡിസ്ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു അറപ്പ് അല്ലെങ്കിൽ ഒരു വെറുപ്പ് വരുന്നത്. പിന്നെ അടുത്തത് കണ്ടംപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നിന്ന എന്ന് പറയുന്ന അവസ്ഥ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതില് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ നമ്മൾ വികാരങ്ങൾ മനസ്സിലാക്കുമെങ്കിലും അതിനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡീകോഡ് ചെയ്ത്, ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ ഡീകോഡ് ചെയ്ത് എടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫേഷ്യൽ ആക്ഷൻ കോഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പം ഇത് ഡെവലപ്പ് ചെയ്തത് എക്മാൻ ആണ്. 1980 അത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതില് നമുക്ക് ഉണ്ടാവുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് വരുന്നത്.
സോ യൂസിങ് ദ ഇൻഫർമേഷൻ ഫ്രം ദ വേരിയസ് മസിൽസ് ഓഫ് ദ ഫേസ്, നമ്മുടെ ഫേസിന്റെ ഓരോ മസിൽസിൽ നോക്കിയിട്ട് നമുക്ക് ആ വികാരങ്ങൾ നമുക്കുള്ള എക്സ്പ്രഷൻസ് ആകുമ്പോൾ അത് വളരെ ഇന്റൻസ്ഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആയിട്ടും, സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ മൈൽഡ് ആയിട്ടും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ എക്സ്പ്രഷൻസിന്റെ കാര്യം പറഞ്ഞു. മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇത് വന്നു പോകുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ അത് എക്സ്പെരിമെന്റേഴ്സിന് അത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് ഇരുന്നെങ്കിലാണ് അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പൊതുവെ ലയേഴ്സിനെ അതുപോലെ ഡിസീവേഴ്സിനെ ഒക്കെ നമ്മൾക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അടുത്തത് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ഓഫ് ഇമോഷൻ ആണ് പറയുന്നത്. അപ്പം ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ചാൾസ് ഡാർവിൻ ആണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മളുടെ ഓരോ ഇമോഷൻസ് എന്ന് പറയുമ്പം അതൊരു എവല്യൂഷണറി ആസ്പെക്ട് ഉണ്ട്, ഒരു സർവൈവൽ ആസ്പെക്ട് ഉണ്ട്. അതുകൂടാതെ ഡിഫറെന്റ് കൾച്ചറിൽ, പല കൾച്ചറിലുള്ള ആളുകളുടെ ഡിഫറെന്റ് ഇമോഷൻസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൾച്ചേഴ്സ് ആർ ഏബിൾ ടു റെക്കഗ്നൈസ് ഡിഫറെന്റ് ഇമോഷൻസ് ഫ്രം ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യൽ ഡിസ്പ്ലേ റൂൾസിനെ പറ്റിയിട്ട് പറഞ്ഞു. സോഷ്യൽ ഡിസ്പ്ലേ റൂൾസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് നമുക്ക് ഒരു കൺട്രോൾ ചെയ്ത് അത് സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വേയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള റൂൾസിനെയാണ് നമ്മൾ ഡിസ്പ്ലേ റൂൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇമോഷണൽ എക്സ്പ്രഷൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു എബിലിറ്റി ഉണ്ടാവണം. അപ്പൊ എന്തിനാ നമ്മൾ അപ്പൊ സോഷ്യൽ ഡിസ്പ്ലേ റൂൾസിൽ പറയുന്നത് നമ്മളത് റെഗുലേറ്റ് ചെയ്ത് നിർത്തണം എന്നുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേ റൂൾസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ നാട്ടിലൊരു മന്ത്രി വരുന്നു, അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, പെട്ടെന്ന് മന്ത്രി താഴെ വീഴുന്നു. അപ്പൊ വീഴുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു മൈക്രോ എക്സ്പ്രഷനിൽ എനിക്ക് പെട്ടെന്ന് ചിരി വന്നാൽ ഞാൻ ആ ചിരി അടക്കും. എന്ന് വെച്ചാൽ അത് സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു മാർഗം അല്ല. അതുകൊണ്ട് അപ്പൊ വന്ന ആ ഇമോഷണൽ എക്സ്പ്രഷൻ ഞാനൊന്ന് റെഗുലേറ്റ് ചെയ്ത് നിർത്തും. അപ്പൊ അവിടെ റൂൾസ് ഉണ്ട്, ആ ഡിസ്പ്ലേ റൂൾസിനാണ് നമ്മളവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അപ്പൊ ഈ ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും അതിന് ബ്രെയിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ ലിംബിക് സിസ്റ്റം, ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ലിംബിക് സിസ്റ്റം, അതില് അമിഗ്ഡാല, പിന്നെ അത് കൂടാതെ ഹൈപ്പോതലാമസ്, തലാമസ്, ഈ റീജിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ ബാലൻസിങ് എല്ലാം നടത്തുന്നത്. അടുത്തത് ഡെഫിനിഷൻസ് ഓഫ് ഇമോഷൻസ് ആണ്. അപ്പം ഇമോഷൻസ് എന്ന് പറയുമ്പം അതിന് ലാറ്റിൻ വേർഡ് ഇമോവീർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇമോഷൻ എന്ന് പറയുന്ന വാക്കുണ്ടായത്. അതിന്റെ അർത്ഥം എന്താ പറയുന്നത്, സ്റ്റേർഡ് അപ്പ് സ്റ്റേറ്റ്, അതായത് നമ്മളൊരു എറൗസ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് സ്റ്റേറ്റ്, ഒരു ചേഞ്ച് നമ്മളിൽ വരുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മളുടെ ആ ഇമോവീർ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ പല ഡെഫിനിഷൻസ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആദ്യത്തെ ഡെഫിനിഷൻ ഫീസ്റ്റ് ആൻഡ് റോസൻബെർഗിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വികാരങ്ങൾ എന്ന് പറയുന്നത് ബ്രീഫ്, അതായത് വളരെ കുറച്ച് പെട്ടെന്ന് ആണ് അത് വരുന്നത്. ബ്രീഫ് അക്യൂട്ട് ചേഞ്ചസ് ഇൻ കോൺഷ്യസ് എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾക്ക് പെട്ടെന്നൊരു സന്തോഷം വന്നു, പെട്ടെന്നൊരു സങ്കടം വന്നു എന്ന് പറയുന്ന, അപ്പൊ അത് വളരെ അക്യൂട്ടായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു ചേഞ്ച് ആണ്. നമുക്കൊരു കോൺഷ്യസ് എക്സ്പീരിയൻസിൽ നമുക്കത് അറിയാൻ പറ്റുന്നു. അതുപോലെ ഫിസിയോളജിക്കൽ ചേഞ്ചസും അതോടൊപ്പം തന്നെ വരാം. ദാറ്റ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സണലി മീനിങ് സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് പേഴ്സണലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനോട് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് എനിക്ക് വരുന്നു. അതുപോലെ എനിക്കത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. വളരെ പെട്ടെന്നാണ് അത് വരുന്നത്, വളരെ ചെറിയ കുറച്ച് സമയത്തേക്കാണ് അത് വരിക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇമോഷൻസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. So brief acute changes in consciousness experience and physiology that occurs in response to a personally meaningful situation. അടുത്ത ഡെഫിനിഷൻ, a complex pattern of bodily and mental changes. കണ്ടോ, ബോഡിലി ചേഞ്ചസ്, നമുക്കൊരു ഫിസിയോളജിക്കൽ അറൗസൽ സംഭവിക്കാം, അതുപോലെ എനിക്കൊരു ഫീലിങ്സ് അവിടെ വരാം, അല്ലെങ്കിൽ പ്ലസന്റ്നെസ് അല്ലെങ്കിൽ അൺപ്ലസന്റ്നെസ് എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് അവിടെ വരാം. എൻ്റെ ചിന്തകൾ വരാം, എനിക്ക് സന്തോഷമായല്ലോ എന്ന് പറയുന്ന ഒരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ നന്നായല്ലോ എന്ന് പറയുന്ന ഒരു ചിന്തയായിരിക്കാം വരാം. അപ്പൊ അതനുസരിച്ചൊരു വിസിബിൾ എക്സ്പ്രഷൻ വരുന്നു. ചിലപ്പോൾ ഞാൻ ചിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞെന്നിരിക്കും. അപ്പം അങ്ങനെ ഒരു ബിഹേവിയറൽ റിയാക്ഷൻ അതോടൊപ്പം നമ്മൾ സംഭവിക്കുന്നു. അപ്പൊ ആ സിറ്റുവേഷൻ എനിക്കൊരു പേഴ്സണലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആവണം, എങ്കിൽ മാത്രമാണ് ഞാൻ ആ ഒരു വികാരം പ്രകടിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അതുപോലെ വേറൊരു ഡെഫിനേഷൻ ഇസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് വിത്ത് 4 കമ്പോണൻസ്. 4 കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന്, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബോഡിലി അറൗസൽ, എൻ്റെ ഹാർട്ട്
നന്നായിട്ട് അടിക്കുന്നതായിട്ട് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വിയർക്കുന്നതായിട്ട്, അങ്ങനെയൊക്കെ ഒരു ബോഡിലി അറൗസൽ അവിടെ സംഭവിക്കുന്നു. ദ ആക്ടിവേഷൻ ഓഫ് സ്പെസിഫിക് മെന്റൽ പ്രോസസ്സസ്. അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ ചിന്തിച്ചെടുക്കുന്നു. അപ്പോൾ അവിടെ എൻ്റെ സ്റ്റോർഡ് ഇൻഫർമേഷൻ, ആ പട്ടിയാണെങ്കിൽ കടിക്കും, അപ്പം പട്ടികൾ കടിക്കാറുണ്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച്, അപ്പം അതനുസരിച്ച് ഒരു ക്യാരക്ടറിസ്റ്റിക് ഓവേർഡ് ബിഹേവിയർ. അപ്പം ഞാൻ കിതയ്ക്കുന്നു, ഞാൻ പേടിക്കുന്നു, എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നു, അപ്പം ഞാൻ വിയർക്കുന്നു, എൻ്റെ തൊണ്ട വരളുന്നു. അപ്പം ഇങ്ങനെയുള്ള ഓവേർഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഞാൻ അവിടെ കാണിക്കുന്നു. ഓക്കെ, അത് കൂടാതെ രണ്ട് ഡെഫിനേഷൻ കൂടി പറയുന്നുണ്ട്. ഫീലിംഗ്സ് ദാറ്റ് ജനറലി ഹാവ് ബോത്ത് ഫിസിയോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് എലമെന്റ്സ് ആൻഡ് ദാറ്റ് ഇൻഫ്ലുവൻസ് എ ബിഹേവിയർ. And it's a state of being moved or stirred up or behaviorally aroused on experiencing an emotional situation and which involves external and internal physiological changes. അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻസിലെല്ലാം നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് ചേഞ്ച് എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉള്ളൊരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കൊരു കോൺഷ്യസ് എക്സ്പീരിയൻസ് അവിടെ വരുന്നുണ്ട്, അതോടൊപ്പം ഒരു ഫിസിയോളജിക്കൽ അറൗസൽ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഭയക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്നുള്ളൊരു എൻ്റെ ഒരു ചിന്ത കൂടി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല കോമ്പോണൻസും ഈ ഇമോഷൻ എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ഈ പല ഡെഫിനിഷൻസ് തന്നു, അതിനകത്ത് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ. സോ ഇമോഷനിലെ കീ പോയിന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഫിസിബിൾ എക്സ്പ്രഷൻ. അപ്പൊ ഞാൻ ചിരിച്ചു, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഭയന്നു, അപ്പൊ അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് എൻ്റെ പോസ്റ്ററിലും ഡിഫറൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പോസ്റ്ററിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പം ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ പാരന്റ് മൈ ഡിസ്പ്ലേ ദ ഇമോഷൻ ഓഫ് ഹാപ്പിനെസ്. അപ്പൊ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ കാണിക്കുകയാണ് ഒരു പാരന്റ്. ഏത് സിറ്റുവേഷനിൽ അവരുടെ കുട്ടിക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടി. അപ്പൊ ആ കുട്ടിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പേരന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പേഴ്സണലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ അവരതിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു ഫിസിയോളജിക്കൽ അറൗസൽ ഉണ്ടാകുന്നു, അവർക്കൊരു സന്തോഷം വരുമ്പോൾ അവരെ ഹാർട്ട് അടിക്കുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ അവർക്കൊരു കോഗ്നിറ്റീവ് പ്രോസസ്സസ്, സന്തോഷമാണല്ലോ, എനിക്ക് അങ്ങനെ ഒരു വികാരം വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുന്നു. ആ ഫീലിങ്സിൽ നിന്ന് നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ വരുന്നു, അതാണ് ഇമോഷനായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇമോഷൻ ഓഫ് ഹാപ്പിനെസിന്റെ ഒരു റീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണലി സിഗ്നിഫിക്കന്റ് ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ വരുന്നു, കുട്ടിക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടുന്നു, എനിക്ക് അത് സന്തോഷമാണല്ലോ, ഞാൻ ചിന്തിക്കുന്നു, ആ സന്തോഷത്തിനനുസരിച്ച് ഞാൻ ഒരു ഹാപ്പിനെസ് ഇമോഷൻ കാണിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഇമോഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ഇമോഷൻസ് ആണ്. അതിനകത്ത് ആദ്യം വരുന്നത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നേടിക്കഴിയുമ്പോൾ നമ്മൾക്കൊരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന, ഒരു ഇലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂഫോറിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എനിക്ക് വരുന്നു. ആ കണ്ടീഷൻ ഞാനൊരു ജോയ് ആയിട്ട് ഒരു ഫീലിംഗ് വരുന്നു. ആ കണ്ടീഷൻ ഞാൻ അവിടെ ഒരു സ്മൈല് എന്റെ രീതിയിൽ, അല്ല ഇപ്പൊ സ്മൈൽ എന്ന് പറയുമ്പോൾ അത് പല ലെവലിലേക്ക് വരാം, അതുപോലെ ലാഫിംഗ് ലെവലിലേക്ക് വരാം, അതുപോലെ ഞാൻ കുറച്ചും കൂടി അവിടെ ആക്റ്റീവ് ആവുന്നു, എനർജറ്റിക് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം അതെല്ലാം ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻ ആണ് അവിടെ കാണുന്നത്. ദെൻ അടുത്തത് ഫിയർ ആണ്. ഫിയർ എന്ന് പറയുമ്പം അവിടെ ഒരു ടെറർ, എനിക്കൊരു ഭയം വരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പം എന്തോ ഒരു ഭയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരുന്നു. ആ ചിന്തയ്ക്ക് അനുസരിച്ച് എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുന്നു, എൻ്റെ റെസ്പിറേഷൻ റേറ്റ് കൂടുന്നു, എൻ്റെ ബോഡി മസിൽസ് എല്ലാം വളരെ ടെൻസ്ഡ് ആവുന്ന ഒരു ഫീലിംഗ് വരുന്നു. അപ്പം എൻ്റെ ആ ഫിസിയോളജിക്കൽ ചേഞ്ചസിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് റെസ്പോൺസ് അവിടെ കാണിക്കുന്നു. ഓക്കെ, സോ അപ്പം അതാണ് എൻ്റെ ഫിയർ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ്. സോ ഫിയർഫുൾ സിറ്റുവേഷൻ ഇസ് പെർസീവ്ഡ് ആസ് റിലേറ്റീവ്ലി ലെസ് ത്രെറ്റനിങ്. അപ്പോൾ ഫിയർഫുൾ സിറ്റുവേഷൻ ലെസ് ത്രെറ്റനിങ് ആവുന്ന ഒരു അവസ്ഥ വരും എപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ഇത് എക്സ്പോസ്ഡ് ആയി വരുമ്പോൾ. നമ്മൾ ആദ്യമേ എന്ത് കാര്യം നമുക്കൊരു ഫിയർഫുൾ സിറ്റുവേഷൻ ഭയങ്കര ഫിയർ ആയിട്ട് തോന്നാം, പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതിനോട് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ഡീസെൻസിറ്റൈസേഷൻ ഫീലിംഗ് വരും. അപ്പൊ നമ്മൾ അത്രയും തന്നെ ഭയക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. സോ ഹാപ്പിനെസ്, ഫിയർ. അടുത്തത് സാഡ്നെസ്. സാഡ്നെസ് എന്ന് പറയുമ്പോൾ ഒരു സങ്കടാവസ്ഥയാണ് വരുന്നത്. അവിടെ ഡിസ്കണ്ടന്റ്മെന്റ് ആവാം, എനിക്കൊരു അതൃപ്തി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ. അപ്പൊ ഈ അവസ്ഥയിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻ എന്ന് പറയുന്നത് സാഡ്നെസ് ആണ്. അപ്പൊ
അപ്പോൾ സാഡ്നെസ് വരുമ്പോൾ ഞാനൊരു ഫ്രസ്ട്രേറ്റഡ് ഫീലിംഗ് എനിക്ക് ഉണ്ടാവും. അവിടെ ഒരു പേഴ്സണൽ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്പത്തി ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളുടെ ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ഡൾ, ലോ, അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യത്തിലും ഒരു ഡിസിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. ഒരു ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവാം, ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സാഡ്നെസ് സിറ്റുവേഷൻ വരുമ്പോൾ അത് ഡിപ്രഷൻ പോലുള്ള മാനസിക രോഗാവസ്ഥയിലേക്ക് എത്തിക്കാം. അടുത്തത് ആങ്കർ ആണ്. ആങ്കർ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ വരിക. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക, നമുക്കൊരു ബ്ലോക്ക് സംഭവിക്കുന്ന അവസ്ഥ, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്കൊരു തടസ്സം വരുന്ന ഒരവസ്ഥ. അപ്പൊ ഈ തടസ്സം നമുക്ക് ദേഷ്യാവസ്ഥ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാക്കാറുണ്ട്. Sometimes when people do things that are unjust or hurt us with verbal insults അല്ലെങ്കിൽ physically hurt us, അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, മറ്റുള്ളവർ നമ്മളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഫിസിക്കലായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പൊ ആ ദേഷ്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിക്കാറും ഉണ്ട്. അപ്പൊ ഈ ആങ്കറിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും എല്ലാ ജെൻഡറിലും ഈ പറഞ്ഞ ആങ്കറിന്റെ എക്സ്പ്രഷൻ കാണാറുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ പറയുമ്പോൾ മെന്നിനാണ്, ആണുങ്ങൾക്കാണ് കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. കൂടുതലായിട്ടും ദേഷ്യം പ്രകടിപ്പിക്കുന്നത് സ്ത്രീകളെക്കാൾ നമ്മൾ നോക്കുമ്പോൾ പുരുഷന്മാരാണ്. അടുത്തത് സർപ്രൈസ് ആണ്. സർപ്രൈസ് എന്ന് പറയുന്നത് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. വളരെ കുറച്ച് പെട്ടെന്നാണ് അത് വരുന്നത്, വളരെ കുറച്ച് നേരമായിട്ടാണ് വരിക. അപ്പൊ കുറച്ചു നേരം വളരെ ഇന്റൻസ് ആയിട്ട് നമ്മൾ വരുന്ന ഒരു ഇമോഷനാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സർപ്രൈസ് ഇങ്ങനെ വന്നിട്ട് അത് കുറേ നേരം നമ്മൾ അതേ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കില്ല, പിന്നെ നമ്മൾ അപ്പം തന്നെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട്. അപ്പൊ വളരെ ഇന്റൻസ് ആയിട്ട് വരുന്ന ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇമോഷനാണ് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് എന്ന് പറയുമ്പോൾ. അപ്പൊ സർപ്രൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ സംഭവിക്കുമ്പോൾ, അത് പ്ലസന്റ് ആയിക്കോട്ടെ അൺപ്ലസന്റ് ആയിക്കോട്ടെ, അത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ സർപ്രൈസ് അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്ന ഒരു വികാരം നമ്മൾ കാണിക്കാറ്. അപ്പൊ അത് അവിടെ നമ്മളൊരു ഞെട്ടൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമ്മളവിടെ കാണാറുണ്ട്, ഒരു സ്റ്റേറ്റ് ഓഫ് സ്റ്റാർട്ടിൽ സിറ്റുവേഷൻ. But the person may display it by raised eyebrows or dilated pupil, loud scream or gasp, jumping behavior or opening of the mouth. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ആ സർപ്രൈസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ. അതുപോലെ ബാക്കി വികാരങ്ങളെ വെച്ച് നോക്കുമ്പോൾ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഇവന്റ്സിനെ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഓർക്കാറുണ്ട്. സങ്കടം വന്ന അവസ്ഥയേക്കാൾ, സന്തോഷം വന്ന അവസ്ഥയേക്കാൾ അത്ഭുതപ്പെട്ട അവസ്ഥകൾ നമ്മൾ എപ്പോഴും കുറച്ചുകൂടി ഓർത്ത് വെക്കാറുണ്ട്. അടുത്തത് ഡിസ്ഗസ്റ്റ്. ഡിസ്ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു അറപ്പ് തോന്നുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റ്, ഏതെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവിടെ ഒരു അൺഹൈജീനിക് ആയിട്ട് നമ്മൾ കാണുക, അതുപോലെ നമ്മൾ ആ നോട്ടത്തിൽ തന്നെ നമ്മൾ ഒരു റിപ്പൾസീവ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള മണവോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വികാരം നമ്മൾ പ്രകടിപ്പിക്കാറ്. അപ്പൊ അത് ഡിസ്ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മൂക്ക് ഇങ്ങനെ ചുളിഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതുപോലെ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോകും. അപ്പം ഒരു ചീഞ്ഞൊരു മണം അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മാറിപ്പോവാനുള്ള ഒരു സാഹചര്യം നോക്കാറുണ്ട്. സോ a nose crunch and moves away from the annoying stimulus in order to avoid experiencing the unpleasantness. അപ്പം ചില ആളുകൾ അത്തരത്തിലുള്ള റിപ്പൾസീവ് ആയിട്ടുള്ള സ്റ്റിമുലസ് വരുമ്പോൾ ചിലവർ വൊമിറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ ആ റിപ്പൾസീവ് ആയിട്ടുള്ള സ്റ്റിമുലസിൽ നിന്ന് മാറി പോവാനുള്ള ടെൻഡൻസിയും കാണിക്കാറുണ്ട്. സോ അത് പല രീതിയിലാണ്. ഇപ്പൊ എമോറൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു വികാരങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 6 വികാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്: ആങ്കർ, ഡിസ്ഗസ്റ്റ്, ഹാപ്പിനെസ്, ഫിയർ, സാഡ്നെസ് ആൻഡ് സർപ്രൈസ്. These emotions can be stated to be innate and are shared by all human beings. എല്ലാ ആളുകളിലും എല്ലാ വ്യക്തികളിലും നമ്മൾ ഈ തരത്തിലുള്ള ഈ ഇമോഷൻസ് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആങ്കർ, ഹാപ്പിനെസ്, സർപ്രൈസ് വന്നപ്പോൾ കണ്ടോ നമ്മുടെ ഐസ് ഡൈലേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും, പീപ്പിൾ ഡൈലേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ദെൻ ഡിസ്ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ആ നോസ് ക്രഞ്ച് കാണാൻ സാധിക്കും. സാഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിരികം എല്ലാം താഴോട്ട് പോകുന്ന ഒരവസ്ഥ, ഡ്രൂപ്പിംഗ് ആയിട്ടുള്ള
ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഫിയർ എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മുടെ ഐസ് ഡൈലേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഇമോഷൻസ്. അതിൽ തന്നെ ചാൾസ് ഡാർവിന്റെ ഒരു തിയറി പ്രൊപ്പോസിഷൻ ആണ് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്നത് ഇന്നേറ്റ് ആയിട്ട്, അതായത് എല്ലാ വ്യക്തികളിലും അവർക്ക് ജന്മനാ തന്നെ ഈ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. അത് സിമിലർ ഇമോഷൻ, സെയിം എന്ന് നമ്മൾ പറയുന്നത് സിമിലർ ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എല്ലാ കൾച്ചറിലും സിമിലർ ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ കാണിക്കുന്നതിലൂടെ സിമിലർ ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഈവൻ വിഷ്വൽ ഇമ്പയർമെന്റ്, അതായത് കണ്ണിന് കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവരും സിമിലർ ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കാറുണ്ട്. ഈവൻ ദോ ദേ ഹാവ് നെവർ ഒബ്സർവ്, അവർ കണ്ടിട്ടില്ലെങ്കിൽ പോലും, ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്താണ് സന്തോഷം എന്ന് കണ്ടിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു വികാരം എന്താണ്, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേഷ്യം, ആങ്കർ എന്ന് പറയുന്ന ഒരു വികാരം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരും സിമിലർ ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് കാണിക്കാറ്. അതുപോലെ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഹ്യൂമൻസ് പൊതുവെ ബ്രോഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബേസിക് ഇമോഷൻസ് ഈ 6 പ്ലസ് 1 കണ്ടന്റ്മെന്റ് കൂടി ഉണ്ടെങ്കിലും പക്ഷെ നമ്മളുടെ അതിന്റെ ഒരു കോമ്പിനേഷൻ, അതായത് ബേസിക് ഇമോഷൻസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ പല മറ്റ് ഇമോഷൻസ് കാണിക്കാറ്. അതിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കുക, സർട്ടൻ ഇമോഷൻസ് മേ ബി കൺസിസ്റ്റന്റ് അക്രോസ് കൾച്ചർ. There are emotions that are influenced by norms and practices of the culture. അപ്പൊ ചില കൾച്ചറിൽ വരുമ്പോൾ ഒരുപാട് അട്ടഹസിച്ച് ചിരിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ലിമിറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം എല്ലാ ഇമോഷൻസ് എന്ന് പറയുമ്പം അവിടെ ഇൻബോൺ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, പ്ലസ് നമ്മൾ ഏത് രീതിയിലാണ് പഠിച്ച് വളർന്നത് എന്നുള്ളതുണ്ട്. അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന റൂൾസ് എങ്ങനെയാണ്, സോഷ്യൽ നോംസ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ. ഇമോഷൻസിന്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഇമോഷൻസ് പ്രിപ്പയർ ആൻ ഇൻഡിവിജ്വൽ ഫോർ ആക്ഷൻ, അല്ലേ? നമ്മൾക്ക് ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് നമ്മളുടെ വഴി വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവുന്നു. അപ്പൊ അവിടെ ഒരു ഫിയർ എനിക്ക് ഉണ്ടാവുന്നു. ഫിയർ എന്ന് പറയുന്നൊരു ഇമോഷൻ ഉണ്ടാവുന്നു. ആ ഇമോഷൻ അനുസരിച്ചിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ ബാക്കിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിലേക്ക് ഓടിപ്പോകുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഇറ്റ് പ്രിപ്പയർസ് ആൻ ഇൻഡിവിജ്വൽ ഫോർ ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇമോഷൻസ് പ്ലേ എ റോൾ ഇൻ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പം ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ ബിഹേവിയർ എങ്ങനെയാണോ അതിനെ ഷേപ്പ് ചെയ്യാനായിട്ട് ഇമോഷൻസിന് സാധിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, മറ്റുള്ളവരുമായിട്ട് ഒരു ഇഫക്റ്റീവ് ഇന്ററാക്ഷൻ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഈ ഇമോഷൻസിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മളും കൃത്യമായിട്ട് ഇമോഷൻസ് വെർബലി അല്ലെങ്കിൽ നോൺ വെർബലി നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. സോ ഇമോഷൻസ് ആക്ട് ആസ് സിഗ്നൽസ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളോട് ദേഷ്യമുണ്ടോ, സങ്കടമുണ്ടോ, വൈരാഗ്യമുണ്ടോ, ഇതൊക്കെ നമ്മൾ അവരുടെ ഇമോഷൻസിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ആ ഇമോഷൻസ് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളുടെ ഫ്യൂച്ചർ ബിഹേവിയർ, നമ്മളുടെയും ആ വ്യക്തിയുടെയും ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ്. അടുത്തത് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ റൂൾ അനുസരിച്ച്, അതായത് മറ്റുള്ളവർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, സോഷ്യൽ നോംസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇമോഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ കാണിക്കുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് അത് സെൽഫ് കോൺഷ്യസ് ആണ്. ഞാൻ ഓർക്കാതെ ഞാൻ അങ്ങനെ പെരുമാറി എന്ന് നമ്മൾ പറയുന്നത് ആ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് അല്ല നമ്മളവിടെ കാണിക്കുന്നത്. സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അത് വരുന്നത് നമ്മളുടെ ആ വേറൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്, സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്, അതനുസരിച്ച് വരുന്ന ഇമോഷൻസ് ആണ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് പറയും. പൊതുവെ ഇമോഷൻസ് നമ്മൾ പറയുമ്പോൾ സെൽഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ് തന്നെയാണെന്നാണ് പറയുന്നത്. അടുത്തത് കമ്പോണൻസ് ഓഫ് ഇമോഷണൽ പ്രോസസ്. ഇമോഷണൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇതൊരു മൾട്ടി കമ്പോണന്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതില് പല കമ്പോണൻസ്, 6 കമ്പോണൻസ് ആണ് പറയുന്നത്. അതിനകത്ത് ഒന്ന് കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇപ്പൊ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഞാൻ അതിന് എന്ത് പേഴ്സണൽ മീനിങ് കൊടുക്കുന്നു, അതാണ്
കോഗ്നിറ്റീവ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനൊരു സിറ്റുവേഷൻ നമ്മൾ കാണാൻ, ഒരു ക്രിക്കറ്റ് ടീം വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അവിടെ ഞാൻ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ കൊടുക്കുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് വളരെ പേഴ്സണലി നമ്മൾ നോക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അത്തരത്തിലൊരു സിറ്റുവേഷൻ അനുസരിച്ച് അപ്പോൾ എന്താണ് ഞാൻ ചിന്തിക്കുന്നത് അതനുസരിച്ചിട്ടാണ് എൻ്റെ വികാരങ്ങൾ വരുന്നത്. സോ അപ്പോൾ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കമ്പോണന്റ് പറയാം. അടുത്തത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. അതിനെയാണ് നമ്മൾ ഫീലിംഗ് എന്ന് പറയുക. അഫക്റ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. അപ്പോൾ അതൊരു പ്ലസൻറ്റ്നെസ് തുടങ്ങി അൺപ്ലസൻറ്റ്നെസ് വരെ വരെ അതാണ് ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അപ്പോൾ ഇമോഷനിൽ എപ്പോഴും ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ തോട്ട് ആൻഡ് ആക്ഷൻ ടെൻഡൻസി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അഗ്രസീവ് ആവുന്നത് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ വെൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് ആംഗ്രി ഹി ഓർ ഷീ മേ ആക്ട് ഇൻ എ മാനർ ദാറ്റ് ഈസ് അഗ്രസീവ്. അപ്പം ഒരു ആങ്കർ എന്ന് പറയുന്നൊരു ഇമോഷൻ ഉള്ള അവസ്ഥയിലാണെങ്കിൽ ഞാൻ അത് രീതിയിലായിരിക്കും എൻ്റെ പെരുമാറ്റം വരിക. സോ തോട്ട് ആൻഡ് ആക്ഷൻ ടെൻഡൻസീസ് അവിടെ വരുന്നു. ദെൻ ഇന്റേണൽ ബോഡിലി ചേഞ്ചസ്. അപ്പോൾ എൻ്റെ ദേഷ്യമാണോ അല്ലെങ്കിൽ എൻ്റെ ഭയമാണോ, ആ ഭയത്തിനനുസരിച്ച് ദേഷ്യത്തിനനുസരിച്ച് ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്നിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഹാർട്ട് റേറ്റിന്റെ കാര്യത്തിലാണെങ്കിലും റെസ്പിറേറ്ററി റേറ്റിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എനിക്ക് ആ ബോഡിലി ചേഞ്ചസ് എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ദെൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. എൻ്റെ ഇമോഷൻസിനനുസരിച്ച് എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറി മറിഞ്ഞും വരാറുണ്ട്. സോ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു സ്മൈൽ എൻ്റെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഹാപ്പിനെസിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ ആ സ്മൈൽ കാണിക്കുന്നത്. Then response to emotion. This is related to how an individual copes and reacts to one's own emotion. ആ ഇമോഷൻസ് അനുസരിച്ച് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ അനുസരിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ ഫിയർ എന്ന് പറയുന്ന ഇമോഷൻ അനുസരിച്ച് ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് റെസ്പോൺസ് ടു ഇമോഷൻ എന്ന് പറയുന്നത്. സോ 6 കമ്പോണൻസ് ആണ് പറയുന്നത്. ഒന്ന് കോഗ്നിറ്റീവ് അപ്രൈസൽ, ദെൻ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, തോട്ട് ആൻഡ് ആക്ഷൻ ടെൻഡൻസീസ്, ഇന്റേണൽ ബോഡിലി ചേഞ്ചസ്. ഓക്കെ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് റെസ്പോൺസ് ടു ഇമോഷൻസ്. ഇത്രയാണ് നമ്മളുടെ 6 കമ്പോണൻസ് പറയുന്നത്. സോ എനി ഇമോഷൻ, ഏത് ഇമോഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ 6 കമ്പോണൻസ് അവിടെ വന്നിരിക്കും. വെൻ ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് ആങ്കർ, നമ്മളൊരു ദേഷ്യം വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഹി ഓർ ഷീ മേ എക്സ്പീരിയൻസ് ഫിസിയോളജിക്കൽ അറൗസൽ ഇൻ ടേംസ് ഓഫ് സിമ്പത്തറ്റിക് അറൗസൽ. അപ്പം ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എനിക്കൊരു ചേഞ്ച് വരും. ദിസ് ഓൾസോ ഹാസ് എ കോഗ്നിറ്റീവ് കമ്പോണന്റ് as individual may believe that she or he is in danger. അപ്പം ഞാനൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ആണ് എന്നുള്ളൊരു എൻ്റെ ചിന്ത വരാം. അപ്പം ഇതേ സെയിം സിറ്റുവേഷനിൽ തന്നെ വേറൊരു വ്യക്തിയൊക്കെ, പക്ഷെ ആ വ്യക്തിക്ക് തോന്നുന്നില്ല ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ അവിടെ എൻ്റെ ഭയം ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ആങ്കർ സിറ്റുവേഷൻ എനിക്ക് അവിടെ വരുന്നില്ല. സോ എന്തിനും അപ്പോൾ ഒരു ഇമോഷണൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോഗ്നിറ്റീവ് കമ്പോണന്റ് കൂടി വരുന്നുണ്ട്. Thus, the individual may display tendencies of avoidance that are related to the behavioral component. Similarly, when an individual is angry, he or she will experience sympathetic and parasympathetic arousal. അപ്പം ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് സിമ്പത്തറ്റിക് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് അറൗസൽ ഉണ്ടാവുന്നു. ആ ഇൻഡിവിജ്വലിന് ഒരു ബിലീഫ് വരുന്നു, അത് എന്നെ മിസ്ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ബിലീഫ് എനിക്ക് അവിടെ വരുന്നു. അതിനനുസരിച്ച് ഒരു അറ്റാക്ക് ടെൻഡൻസി ഞാൻ കാണിക്കുന്നു. അടുത്തത് ഇമോഷൻസും മൂഡും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കോസ്, വളരെ ക്ലിയർ ആയിട്ട് ആ കോസ് നമുക്ക് കാണാൻ സാധിക്കും. എ പേഴ്സൺ മേ ബി അമേസ്ഡ് വൈൽ ലുക്കിംഗ് അറ്റ് എ ബ്യൂട്ടിഫുൾ മോണ്യുമെന്റ്. ആ സമയം മൂഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ഫ്ലോട്ടിങ്, അതൊരു കുറച്ച് നേരത്തേക്ക് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് മൂഡ് എന്ന് പറയുമ്പോൾ. മൂഡ് എന്ന് പറയുമ്പോൾ ഒരു മാനസിക അവസ്ഥയായിട്ടാണ് നമ്മൾ പറയുക. ആൻ ഇൻഡിവിജ്വൽ മേ ഫീൽ ചിയർഫുൾ ഓൺ എ ഡേ ആൻഡ് മേ ഫീൽ ഇറിറ്റേറ്റഡ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഒരു ഡെഫിനറ്റ് കോസ് നമുക്ക് ഒരു മൂഡിന് പറയാൻ സാധിക്കില്ല. ആൻഡ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ വളരെ ബ്രീഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സിൽ അത് തീരും, അല്ലെങ്കിൽ ആ ഇമോഷൻ വന്നു പോകും. അതേസമയം മൂഡ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പറയാൻ സാധിക്കും. ഇമോഷൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 കമ്പോണൻസ് വരുന്നുണ്ട്. മൂഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. അവിടെ ബാക്കി എല്ലാത്തിനേക്കാളും കൂടുതൽ എൻ്റെ അവസ്ഥ, അപ്പൊ എൻ്റെ അവസ്ഥയ്ക്ക് പല കാരണങ്ങൾ, ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് അത് മനസ്സിലായെന്നിരിക്കില്ല, പക്ഷെ നമുക്കും അതിൻ്റെ ഒരു കോസ് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഇമോഷൻസും ഫീലിങ്സും തമ്മിലുള്ള വ്യത്യാസം. ഇമോഷൻസ് പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരു അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്ന ഒരു കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ.
സോ എനി ഇമോഷൻ എക്സ്പീരിയൻസ്. അപ്പൊ ഇമോഷൻസ് എന്ന് പറയുമ്പം അവിടെ ഒരു എഫക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്, അത് കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആണ്. അസമയം ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുപോലെ ഇമോഷൻ എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയുണ്ട്. ഫീലിംഗ് എന്ന് പറയുമ്പോൾ പ്യുവർലി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഇമോഷൻസ് പല തരത്തിലുണ്ട്. ഫീലിംഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലഷറും പെയിനുമാണ് കൂടുതലായിട്ട് നമ്മൾ കാണുക. ഫിസിയോളജിക്കൽ ചേഞ്ചസ് കുറച്ചും കൂടി നന്നായിട്ട് ഇമോഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫീലിംഗ്സിൽ ചിലപ്പോൾ നമ്മൾ അത് നോട്ടീസ് ചെയ്തൊന്നും വരില്ല. അടുത്തത് തിയറീസ് ഓഫ് ഇമോഷൻസ് ആണ്. സോ തിയറീസ് ഓഫ് ഇമോഷൻസിൽ ആദ്യം വരുന്നത് ജെയിംസ് ലാംഗെ തിയറിയാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസും ഡാനിഷ് ഫിസിഷ്യൻ കാൾ ലാംഗെയും ഇവർ രണ്ടുപേരുമാണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. അപ്പം ഈ ഒരു വ്യൂ പോയിന്റിൽ പറയുവാണെങ്കിൽ the felt emotion is the perception of bodily changes. That is, we experience the bodily changes as emotions. We perceive the situations that will produce emotions, then we react to the situation, and then we observe our reactions. So the emotions that we feel takes place after the body changes have taken place. നോക്കുക, ഇവിടെ ജെയിംസ് ലാംഗെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആദ്യം ഒരു ഗ്രൗളിംഗ് ഡോഗിനെ നമ്മൾ കാണുന്നു, കുരയ്ക്കുന്ന പട്ടിയെ നമ്മൾ കാണുന്നു. അപ്പൊ ആദ്യം നമുക്ക് വരുന്നത് ഒരു ഫിസിയോളജിക്കൽ അറൈവ്സലാണ്, ഒരു ഹാർട്ട് റേറ്റ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ശേഷമാണ് നമ്മൾ അത് ഹാർട്ട് റേറ്റ് കൂടുന്നതിന് ശേഷമാണ് നമ്മൾ അതൊരു ഭയമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ആദ്യം സംഭവിക്കുന്നത് ഫിസിയോളജിക്കൽ അറൗസൽ ആണെന്നാണ് ജെയിംസ് ലാംഗെ തിയറിയിൽ പറയുന്നത്. അപ്പൊ എന്റെ ഹാർട്ട് അടിക്കുന്നുണ്ട്, ഞാൻ പേടിക്കുന്നുണ്ട് എന്നാണ് അവിടെ വരുന്നത്. ഞാൻ ഹാർട്ട് അടിക്കുന്ന കേൾക്കുമ്പോൾ അടിക്കുന്നത് അറിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് എനിക്ക് ഭയം ഉണ്ട് എന്ന്. അതാണ് ജെയിംസ് ലാംഗെ തിയറിയിൽ പറയുന്നത്. അടുത്തത് കാനൻ ബാർഡ് തിയറിയാണ്. കാനൻ ബാർഡ് തിയറിയിൽ പറയുന്നത്, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ ഫെൽറ്റ് ഇമോഷൻ ആൻഡ് ദ ബോഡി ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ റെസ്പോൺസ് ടു ദി ഇമോഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് വൺ അനദർ, റാദർ ബോത്ത് ഒക്കർ സൈമൾട്ടേനിയസ്ലി. ഇതിൽ പറയുന്നത് ഒരു എലിസിറ്റിക് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ബെയറിനെ നമ്മൾ കാണുന്നു, കണ്ടു കഴിയുമ്പോൾ ഒരു സബ് കോർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, തലാമസ് റീജിയനിൽ ഒരു സബ് കോർട്ടിക്കൽ ആക്ടിവിറ്റി അവിടെ സംഭവിക്കുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണ്. അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു, അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നു, അതോടൊപ്പം തന്നെ എനിക്ക് ഫിയറും വരികയാണ്. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസ് ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥ, അത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. ഒന്ന് ഇപ്പൊ ഓട്ടോണോമിക് അറൗസലിന് ശേഷം ഫിയർ വരുന്നു, അങ്ങനെയല്ല പറയുന്നത്. ഓട്ടോണോമിക് അറൗസലും ഫിയറും ഒരേ സമയത്ത് സംഭവിക്കുന്നതായിട്ടാണ് കാനൻ ബാർഡ് തിയറിയിൽ പറയുന്നത്. അടുത്തത് ഷാറ്റർ സിംഗർ തിയറി ഓർ ടു ഫാക്ടർ തിയറി. ഇതിൽ പറയുന്നത്, ആദ്യം ഒരു കുരയ്ക്കുന്ന പട്ടിയെ നമ്മൾ കാണുന്നു, അപ്പോൾ നമുക്കൊരു ഫിസിയോളജിക്കൽ അറൗസൽ, എനിക്കൊരു ഹാർട്ട് റേറ്റ് കൂടുന്നതായിട്ട് ഞാൻ അറിയുന്നു. അപ്പൊ ഈ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഞാൻ അതിനൊരു ലേബൽ കൊടുക്കുകയാണ്, എനിക്ക് ഭയം ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്യുക. അപ്പൊ ഭയം ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ ഞാൻ ആ ഭയം എന്ന് പറയുന്ന വികാരം കാണിക്കുന്നത്. സോ the sequence of events is that first a potential emotion evoking situation is perceived. ഈ കേസിൽ ആ ഒരു ബെയറിനെ നമ്മൾ കാണുന്നു. ദിസ് അറൗസസ് ദ ബോഡ്ലി റിയാക്ഷൻസ്. അപ്പൊ ഈ ബോഡ്ലി റിയാക്ഷൻസിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാണ്. ആ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, ആ ഒരു കോഗ്നിഷൻ അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് ആണ് ഇമോഷൻ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കുക, ആദ്യം ഗ്രോളിംഗ് ഡോഗ്, അത് ഒരു ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് വരുന്നു, അതിനെ ഞാൻ ലേബൽ ചെയ്യുന്നു, കോഗ്നിറ്റീവ് ലേബൽ ചെയ്യാണ്, ദാറ്റ് ഇസ് സ്കേറി എന്ന് ഞാൻ ലേബൽ ചെയ്യുന്നു, അത് ഫിയർ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. സോ ഇതാണ് 4 തിയറീസ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് കോമൺ സെൻസ് തിയറിയാണ്. കോമൺ സെൻസ് തിയറിയിൽ പറയുന്നത്, ആദ്യം സ്റ്റിമുലസ് വരുന്നു, ഒരു ഫിയർ ഉണ്ടാവുന്നു, ആ ഫിയറിനനുസരിച്ച് ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ മൈ ഹാർട്ട് ഈസ് പൗണ്ടിങ് ബിക്കോസ് ഐ ഫീൽ അഫ്രെയ്ഡ്, അതാണ് കോമൺ സെൻസ് വ്യൂവിൽ പറയാം. ജെയിംസ് ലാംഗെ തിയറിയിൽ പറയുന്നത്, ആദ്യമേ കുറുക്കിനെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ഒരു ബോഡ്ലി അറൗസൽ ഉണ്ടാവുന്നു. അപ്പൊ അറൗസലിന് ഞാൻ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വരികയാണ് ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഐ ഫീൽ അഫ്രെയ്ഡ് ബിക്കോസ് മൈ ഹാർട്ട് ഈസ് പൗണ്ടിങ്. അപ്പം ഞാൻ ഭയപ്പെടുകയാണ് കാരണം എൻ്റെ ഹാർട്ട് അടിക്കുന്നുണ്ട്. അപ്പം ആദ്യം ബോഡ്ലി റെസ്പോൺസ് ആണ് വരുന്നത്. അടുത്തത് കാനൻ ബാർഡ് തിയറിയിൽ വരുമ്പോൾ നമുക്ക് ബോഡി റെസ്പോൺസും അറൗസൽ എന്ന് പറയുന്ന ബോഡി റെസ്പോൺസും അതുപോലെ തന്നെ ഫിയറും, ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് വരുന്നത്. ദ ഡോഗ് മേക്സ് മീ ഫീൽ അഫ്രെയ്ഡ് ആൻഡ് മൈ ഹാർട്ട് പൗണ്ട്സ്. അപ്പൊ ഇത് രണ്ട്, പട്ടിയെ കാണുമ്പോൾ
പട്ടി വരുമ്പോൾ തന്നെ ഞാൻ പേടിക്കുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ ഹാർട്ടും ഒരുപാട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് ഷാറ്ററിന്റെ തിയറിയാണ്. ഷാറ്ററിന്റെ തിയറിയിൽ പറയുന്നത് അവിടെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു അഡീഷണൽ കമ്പോണന്റ് കൂടി വരുന്നത്, ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ അവിടെ വരുന്നുണ്ട്. സോ അവിടെ ആദ്യമേ പട്ടിയെ കാണുമ്പോൾ ബോഡി റെസ്പോൺസ്, എൻ്റെ ഹാർട്ട് അടിക്കുന്നത് നമ്മൾ അറിയുന്നു. ആ ഹാർട്ട് അടിച്ചു കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്ന് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഫിയർ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ 4 തിയറിയിൽ പറയുന്നത്. അടുത്തത് കോഗ്നിറ്റീവ് മീഡിയേഷണൽ തിയറി ഓഫ് ഇമോഷൻ. കോഗ്നിറ്റീവ് മീഡിയേഷൻ തിയറി ഓഫ് ഇമോഷനിൽ പറയുന്നത് ആദ്യമേ സ്റ്റിമുലസ് കാണുന്നു, ദെൻ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ആ ഫിയറിനെ ഞാൻ അപ്രൈസ് ചെയ്യുന്നു, അതൊരു പ്രശ്നമുള്ളൊരു അവസ്ഥയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മളുടെ ആ ഒരു ബോഡ്ലി റെസ്പോൺസ് വരുന്നത്. അതാണ് കോഗ്നിറ്റീവ് മീഡിയേഷണൽ തിയറി ഓഫ് ഇമോഷനിൽ വരുന്നത്. ലാസാരസ് ആണ് അത് ഫോം ചെയ്തത്. ഇനി ഈ 4 തിയറീസ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പം ആദ്യത്തെ തിയറിയിൽ വരുമ്പോൾ സ്നേക്കിനെ കാണുന്നു, അറൗസൽ ഉണ്ടാവുന്നത്, അത് ഫിയറിലേക്ക് എത്തിക്കുക. അപ്പൊ ഐ ഫീൽ ഫിയർ ബിക്കോസ് ഐ ട്രെമ്പിൾ, ഐ ഫീൽ ഫിയർ ബിക്കോസ് ഐ ട്രെമ്പിൾ. അപ്പോൾ എനിക്ക് ഫിയർ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ വിറയ്ക്കുന്നുണ്ട് എന്നുള്ളത്. അടുത്തത് കാനൻ ബാർഡ് തിയറി. കാനൻ ബാർഡ് തിയറിയിൽ വരുമ്പം ഐ ട്രെമ്പിൾ ആൻഡ് ഫീൽ ഫിയർ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് ഇത് രണ്ടും സംഭവിക്കുകയാണ്. ദെൻ ഷാറ്റർ-സിംഗർ തിയറി. ഷാറ്റർ-സിംഗർ തിയറിയിൽ ഐ സപ്പോസ് ഐ ആം ട്രെംബ്ലിങ്, ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ട്രെമ്പിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിറയ്ക്കുന്നുണ്ട് കാരണം ഞാൻ ഭയക്കുന്നത് കൊണ്ടാണ്. ദെൻ അടുത്തത് ലാസാരസ് തിയറി. ലാസാരസ് തിയറിയിൽ വരുമ്പോൾ ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ ഉണ്ടാവുന്നു, അതിനുശേഷം നമ്മളൊരു ഇമോഷൻ അവിടെ എക്സ്പ്രസ് ചെയ്യണം. സോ ഐ തിങ്ക് ദിസ് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ആം അഫ്രൈഡ് ആൻഡ് ട്രെംബ്ലിങ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് തിയറിയിൽ പറയുന്നത്. ദെൻ പിന്നീട് വരുന്നത് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് ആണ്. ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസിൽ പറയുന്നത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒരു ഫീഡ്ബാക്ക് തരുന്നു, ഞാൻ ഏത് എക്സ്പ്രഷനാണ്, ഏത് ഇമോഷനിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് ആ ഒരു ഫീഡ്ബാക്ക് തരുന്നത് എന്നുള്ളതാണ് ചാൾസ് ഡാർവിന്റെ ഈ തിയറിയിൽ പറയുന്നത്. So it postulates that the facial expressions provide feedback to the brain concerning the specific emotion being expressed, which not only reinforces the emotions but also causes the emotions. The patient looks happier, others respond more favorably in social situations, so patient looks happier. So more positive emotions വരുമ്പോൾ the patient feels better. അപ്പൊ ഇത്തരത്തിലുള്ള സൈക്കിൾ ആണ് അവിടെ പറയുന്നത്. അടുത്തത് ഓപ്പൺ പ്രോസസ് തിയറിയാണ്. ഓപ്പൺ പ്രോസസ് തിയറിയിൽ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഇതിൽ വരുന്നത്. സോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹി ഈസ് ഫീലിംഗ് ഇന്റൻസ് പ്ലഷർ. അപ്പൊ നമുക്ക് അവിടെ ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു സന്തോഷാവസ്ഥ, ഒരു ഉന്മാദാവസ്ഥ നമുക്ക് ഉണ്ടാവുന്നു. പക്ഷെ പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കും തോറും നമ്മുടെ ആ ഒരു ഇന്റൻസിറ്റി ഓഫ് പ്ലഷർ എന്ന് പറയുന്ന ഒരു അവസ്ഥ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ വിഡ്രോവൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടുതലായിട്ട് വരുന്നു. വിഡ്രോവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്രഗ്സ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു മോശാവസ്ഥയ്ക്കാണ് നമ്മൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുക. സോ അപ്പൊ ആ വിഡ്രോവൽ സിംറ്റംസ് കൂടി വരുന്നു, പ്ലഷർ കുറഞ്ഞു വരുന്നു. അപ്പൊ പിന്നീടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഡ്രഗ്സ് വീണ്ടും ഉപയോഗിക്കാൻ കാരണം എനിക്ക് ആ പ്ലഷർ കിട്ടുമെന്ന് പറയുന്ന അവസ്ഥ കൊണ്ടല്ല, മറിച്ച് ഈ നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ വിഡ്രോവൽ ഉണ്ടാവരുത് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിഡ്രോവൽ നെഗറ്റീവ് ഫീലിങ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് ഉള്ള അവസ്ഥയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുക. നമ്മൾ ഡ്രഗ്സ് ഉപയോഗിച്ച് ഒരു അഡിക്റ്റിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചാൽ അറിയാൻ പറ്റും, അവര് ലാസ്റ്റ് സ്റ്റേജിൽ ഒരു അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഇതില്ലാതെ എനിക്ക് എൻ്റെ കൈ വിറയ്ക്കുന്നു, എനിക്ക് ശബ്ദം വരില്ല, എൻ്റെ നാവ് വിരണ്ടു പോകുന്നു, ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ അത് ഭയന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് പറയാം. അപ്പം ഡ്രഗ്സ് ഒരു പ്ലഷർ തരുന്ന ഒരു അവസ്ഥയെ പുരുഷത്തെക്കാളും അവർ കൂടുതലും ഈ നെഗറ്റീവ് ഫീലിങ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. സോ അതാണ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന തിയറി ബേസ് ചെയ്തിട്ടാണ് ഓപ്പൺ ആൻഡ് പ്രോസസ് തിയറി വരുന്നത്. സോ ആൻ ഇമോഷണൽ റിയാക്ഷൻ ടു ദ സ്റ്റിമുലസ് ഈസ് ഫോളോഡ് ഓട്ടോമാറ്റിക്കലി ബൈ ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ.
So the repeated exposure to a stimulus causes the initial reaction to weaken. അപ്പോൾ ഇനീഷ്യൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു pressure ആണ്, ആൻഡ് ദ ഓപ്പണന്റ് പ്രോസസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു സ്ട്രെങ്തൻ. അപ്പോൾ അവിടെ വിഡ്രോവൽ സിംറ്റംസ്, അവിടെ വിഡ്രോവൽ സിറ്റുവേഷൻസ് ആണ് അവിടെ സ്ട്രോങ്ങർ ആയിട്ട് വരുന്നത്. സോ അതാണ് ഓപ്പണന്റ് പ്രോസസ് തിയറിയിൽ പറയുന്നത്. അടുത്തത് മെഷർമെന്റ്സ് ഓഫ് ഇമോഷൻസ് ആണ്. അപ്പൊ ഇമോഷൻസ് നമുക്ക് പല രീതിയിൽ മെഷർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വഴി അല്ലെങ്കിൽ വോക്കൽ എക്സ്പ്രഷൻസ് വഴി, നമ്മളുടെ സ്പീച്ച് വഴിയെല്ലാം നമുക്ക് ഇമോഷൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. സോ അപ്പൊ നോൺ വെർബൽ ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് അതുപോലെ വോക്കൽ എക്സ്പ്രഷൻസ് വഴി നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോൺ വെർബൽ. അവിടെ നമ്മൾ വാക്കുകളിലൂടെയല്ല നമ്മൾ മനസ്സിലാക്കുക, മറിച്ച് എക്സ്പ്രഷൻസിലൂടെയാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. സോ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഹിയർ മെയിൻലി മെഷർ ദ എക്സ്പ്രസീവ് ഓർ ഫിസിയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഇമോഷൻസ്. സോ ഇമോഷൻസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആസ് വെൽ ആസ് വോക്കൽ എക്സ്പ്രഷൻസ്. അപ്പൊ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പറയുമ്പോൾ നമുക്ക് ഐദർ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ, അത് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ചില ടൂൾസ് ആണത്. ഫേഷ്യൽ എക്സ്പ്രഷൻ അനാലിസിസ് ടൂൾ ബൈ കേസർ ആൻഡ് വെഹ്റൽ. ദെൻ ഫേഷ്യൽ ആക്ഷൻ കോഡിംഗ് സിസ്റ്റം, ഞാൻ നേരത്തെ ഈ സിസ്റ്റം പറഞ്ഞിരുന്നു. മസ്കുലർ മൂവ്മെന്റ്സ് ഇൻ ഫേസ്, അതായത് ഒരു മസ്കുലർ മൂവ്മെന്റ്സ്, ഇപ്പൊ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മളുടെ മസ്കുലർ മൂവ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വഴി നമുക്ക് ഇമോഷൻസ് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ വോക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സർട്ടൻ ഇമോഷൻസ് ആസ് സർട്ടൻ ഇമോഷൻസ് കുഡ് ബി അസോസിയേറ്റഡ് വിത്ത് വോക്കൽ ക്യൂസ് പാറ്റേൺ. സോ ഇമോഷൻസ് അതുപോലെ തന്നെ നമ്മൾ ഫിസിയോളജിക്കൽ കമ്പോണന്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ പോളിഗ്രാഫിൽ മൈന്യൂട്ട് ചേഞ്ചസ് ആ നെർവസ് സിസ്റ്റത്തിൽ, ഇൻഡിവിജ്വലിന്റെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന മൈന്യൂട്ട് ചേഞ്ചസ് വെച്ചിട്ട് ഈ വ്യക്തി പറയുന്നത് അല്ലെങ്കിൽ വ്യക്തിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ വികാരങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. സോ ദ മൈന്യൂട്ട് ചേഞ്ചസ് ആർ റെക്കോർഡഡ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ദാറ്റ് ആർ റെക്കോർഡഡ് ഓൺ എ റോൾ ഓഫ് പേപ്പർ ദാറ്റ് മൂവ്സ്. ഓക്കെ, സോ അതാണ് പോളിഗ്രാഫ് ടെക്നിക് എന്ന് പറയുന്നത്. പൊതുവെ നമുക്കറിയാം ഒരു ഫോറൻസിക് സൈക്കോളജി അല്ലെങ്കിൽ ക്രിമിനൽ സൈക്കോളജി, ക്രിമിനോളജി, ലോ എൻഫോഴ്സ്മെന്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാക്ക് കൂടുതലും കേൾക്കാറ്. പോളിഗ്രാഫ് ടെസ്റ്റിനൊക്കെ വിധേയമായെന്നൊക്കെ നമ്മൾ അറിയാറുണ്ട്. അടുത്തത് സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റനെയർ ആണ്. സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റനെയറിൽ നമുക്ക് ഇമോഷൻസ് മെഷർ ചെയ്യുന്ന സ്കെയിൽസ് ആണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അഫക്ട് സ്കെഡ്യൂൾ. So ഇതിനകത്ത് 11 emotions are assessed by this questionnaire, namely fear, sadness, hostility, guilt, shyness, fatigue, surprise, joviality, self-assurance, attentiveness and serenity. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്കെയിലാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അഫക്ട് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഇതിൽ questions that could be asked are like what are your feelings, are you feeling sad, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. സോ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്, ആ റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്, അതനുസരിച്ച് ഈ വ്യക്തിയുടെ മെഷർ ചെയ്ത് സാധിക്കും. അപ്പൊ സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യൻസ് ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സോഷ്യൽ ഡിസബിലിറ്റിയുടെ അപ്പൊ ചെയ്യാൻ സാധ്യതയില്ല. ദെൻ തിയറീസ് ഓഫ് ഇമോഷൻസ് ആണ് ആദ്യത്തെ ജെയിംസ് ലാംഗെ തിയറി. അപ്പൊ നമ്മൾ കുറയ്ക്കുന്ന പട്ടിയെ കാണുന്നു, ആദ്യമേ ഫിസിയോളജിക്കൽ അറൗസൽ, നമ്മുടെ ഹാർട്ട് അടിക്കുന്നു, അപ്പോൾ അതാണ് പിന്നെ ഫിയറിലേക്ക് എത്തിക്കുന്നത്. സോ ഹാർട്ട് അടിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഫിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാനൻ ബാർഡ് തിയറിയിൽ വരുമ്പോൾ ആദ്യമേ അങ്ങനെ നമ്മൾ ബെയറിനെ കാണുന്നു, അപ്പൊ നമുക്കൊരു സബ് കോർട്ടിക്കൽ ആക്ടിവിറ്റി തലാമസ് സംഭവിക്കുന്നു, അതിനുശേഷം ഓട്ടോണോമിക് ആയിട്ടുള്ള അറൗസലും സംഭവിക്കുക, ഫിയറും, ഇത് രണ്ടും ഒരേപോലെ സംഭവിക്കുന്ന അവസ്ഥയാണ്. ദെൻ ഷാറ്റേഴ്സ് സിംഗർ തിയറി ഓർ 2 ഫാക്ടർ തിയറിയിൽ പറയുമ്പോൾ ആദ്യമേ സ്റ്റിമുലസ് അല്ലെങ്കിൽ റോളിംഗ് ഡോഗിനെ കാണുന്നു, അത് കഴിയുമ്പോൾ എനിക്ക് ഹാർട്ട് അടിക്കുന്നു, ഹാർട്ട് അടിച്ചു കഴിയുമ്പോൾ ഇതൊരു പേടിക്കേണ്ട സിറ്റുവേഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് എൻ്റെ ഒരു ഫിയർ നമ്മൾ കാണിക്കുന്നത്. നോക്കുക, സോ ഒരു കോമൺ സെൻസ് തിയറിയിൽ പറയുമ്പം ആദ്യമേ ഡോഗ് വരുമ്പം എനിക്കൊരു ഫിയർ വരുന്നു, ഫിയറിനനുസരിച്ച് എൻ്റെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു. അടുത്തത് ഡോഗ് വരുന്നു, ആദ്യമേ എൻ്റെ ഹാർട്ട് അടിക്കുന്നു, ഹാർട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഫിയർ വരുന്നത്. അടുത്തത് കാനൻ ബാർഡ് തിയറിയിൽ വരുമ്പോൾ പട്ടിയെ കാണുന്നു, ഒരേ സമയത്ത് തന്നെ ആ ബോഡിലി റെസ്പോൺസും വരുന്നു, ഫിയറും വരുന്നു.
the dog makes me feel afraid and my heart pounds. ഇപ്പൊ രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് വരുന്നത്. ഷാറ്റേഴ്സ് തിയറിയിൽ പറയുമ്പോൾ മൈ പൗണ്ടിങ് ഹാർട്ട് മീൻസ്, അപ്പൊ പൗണ്ടിങ് ഹാർട്ട് ആദ്യമേ വരുന്നു, അതിന് ഞാൻ അർത്ഥം കൊടുക്കുകയാണ്. മീൻസ് ഐ ആം അഫ്രൈഡ് ബിക്കോസ് ഐ ഇന്റർപ്രറ്റ് ദ സിറ്റുവേഷൻ ആസ് ഡേഞ്ചറസ്. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ആ ഫിയർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, എല്ലാ ഒരു വികാരം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് കോഗ്നിറ്റീവ് മീഡിയേഷൻ തിയറി ഓഫ് ഇമോഷൻ ബൈ ലെസാറസ്. ലെസാറസിന്റെ തിയറിയിൽ പറയുമ്പോൾ ആദ്യം സ്റ്റിമുലസ് വരുന്നു, അവിടെ ഫസ്റ്റ് റെസ്പോൺസ് പറയുന്നത് പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളൊരു അപ്രൈസൽ അവിടെ വരുന്നു. അതിനുശേഷം ആ ഭയം കാണിക്കുന്നു. ആ ഭയത്തിന്റെ സെക്കൻഡ് റെസ്പോൺസ് ആണ് ബോഡ്ലി റെസ്പോൺസ് എന്ന് നമ്മൾ പറയുന്നത്. I think this is a dangerous situation and that is why I am afraid and trembling. അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഭയക്കുന്നതും അതുപോലെ ഞാൻ വിറയ്ക്കുന്നതും. ഇത് രണ്ടും സംഭവിക്കുന്നത്. സോ അതാണ് ലെസാറസ് തിയറിയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറീസ് ഓഫ് ഇമോഷൻസ് എല്ലാ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം ആണ്. ദെൻ ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തിസിസിൽ പറയുമ്പോൾ നമ്മൾ തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച്, ഫേഷ്യൽ എക്സ്പ്രഷന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വികാരങ്ങളെ മനസ്സിലാക്കുന്നത്. ദെൻ ഓപ്പറന്റ് പ്രോസസ് തിയറിയിൽ നമ്മൾക്ക് ആദ്യം തോന്നുന്ന ഒരു റിയാക്ഷൻ, ഇനീഷ്യൽ റിയാക്ഷൻ വീക്കൻ ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റിയാക്ഷന് നമ്മൾ സ്ട്രെങ്ത് കൊടുക്കുന്ന അവസ്ഥയാണ്. ദെൻ മെഷർമെന്റ് ഓഫ് ഇമോഷൻസ് ആണ്. മെഷർമെന്റ് ഓഫ് ഇമോഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ ഇമോഷൻസ് മെഷർ ചെയ്യാം. ബേസിക്കലി പറയുമ്പോൾ ഒന്ന് നോൺ വെർബൽ ഇൻസ്ട്രുമെന്റ് ആണ്. നോൺ വെർബൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്പ്രഷൻസ് വഴിയാണ് നമ്മൾ ആ ഇമോഷൻസ് മനസ്സിലാക്കുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻ അനാലിസിസ് ടൂൾ, ഫേഷ്യൽ ആക്ഷൻ കോഡിംഗ് സിസ്റ്റം, ഇത് രണ്ടുമാണ്. ദെൻ വോക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇമോഷൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. അടുത്തത് സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റനേഴ്സ് ആണ്. സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റനേഴ്സ് എന്ന് പറയുമ്പോൾ an എക്സാമ്പിൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട് ഷെഡ്യൂൾ ആണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു അതനുസരിച്ച് നമുക്ക് ഇമോഷൻസ് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റനേഴ്സ്. അപ്പോൾ അതിൽ സോഷ്യൽ ഡിസൈറബിലിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് അവിടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. സോ ഇമോഷൻസ് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് വിത്ത് 4 കമ്പോണൻസ്: പോസിറ്റീവ് ഓർ നെഗറ്റീവ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ബോഡ്ലി അറൗസൽ, ദ ആക്ടിവേഷൻ ഓഫ് സ്പെസിഫിക് മെന്റൽ പ്രോസസ്സസ് ആൻഡ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഓവേർഡ് ബിഹേവിയർ. പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. ദെൻ അതിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ പറയുന്നു. ദെൻ 6 മെയിൻ കമ്പോണൻസ് പറഞ്ഞു. മൂഡും ഇമോഷൻസ് ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പല തിയറീസ് നമ്മൾ മനസ്സിലാക്കി. ദെൻ ഇമോഷൻസ് മെഷർ ചെയ്യാനായിട്ട് 2 മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നോൺ വെർബൽ ഇൻസ്ട്രുമെന്റ്, ദെൻ സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റനേഴ്സ്. ഈ 2 മാർഗത്തിലൂടെ നമുക്ക് ഇമോഷൻസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 6 കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കോഗ്നിറ്റീവ് അപ്രോച്ച്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ വികാരങ്ങൾ വരിക. അത് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിൽ ചിലപ്പം അതിൻ്റെ എക്സ്പ്രഷൻസ് വ്യത്യാസപ്പെടും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലേണിങ്ങും അതുപോലെ നമ്മളുടെ കൾച്ചറും നമ്മുടെ സോഷ്യൽ നോംസും ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രഷൻസ് വരിക. എങ്കിലും ഈ പറഞ്ഞ 6 കമ്പോണൻസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എല്ലാ ഇമോഷണൽ എക്സ്പ്രഷനിലും പിന്നിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ മേജർ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജെയിംസ് ലാംഗെ തിയറി, കാനൻ ബാർഡ് തിയറി, ഈ തിയറീസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഏകദേശം അവസാനിക്കാറായി. ഇനി അടുത്ത ക്ലാസ്സിന് ഇൻഫർമേഷൻ വരും അടുത്ത് തന്നെ. നന്ദി, നമസ്കാരം.